ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, പ്രോബബിലിറ്റിയിൽ ഒരു രണ്ട് കിടിലൻ ക്വസ്റ്റ്യൻ പഠിച്ചാലോ? നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 53 ഫ്രൈഡേയ്സ് ഇൻ എ ലീപ്പ് ഇയർ. ഒരു ലീപ്പ് ഇയറിൽ 53 ഫ്രൈഡേയ്സ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആലോചിക്കേണ്ടത് ലീപ്പ് ഇയറിൽ എത്ര ദിവസമുണ്ട്? 365 365 ദിവസമാണ് ഒരു കൊല്ലത്തിലുള്ളത്. എന്നാൽ ലീപ്പ് ഇയർ ആകുമ്പോൾ 4 കൊല്ലം കൂടുമ്പോൾ ഈ 365 കാൽ 1/4 4 കൊല്ലം കൂടുമ്പോൾ ആ 1/4 + 1/4 + 1/4 + 1/4 1 ആവും. 1 ഒരു ദിവസം എക്സ്ട്രാ വരും. അതായത് 365 കൂടെ ഒരു ദിവസം കൂടെ എക്സ്ട്രാ വന്നു. അതായത് 366 ഡേയ്സ് ആർ ദർ ഇൻ എ ലീപ്പ് ഇയർ. അങ്ങനെയാണെങ്കിൽ 366 ഡേയ്സിൽ എത്ര ഫ്രൈഡേയ്സ് ഉണ്ടാവും? ഒരു വീക്കിൽ എത്ര ഫ്രൈഡേ ഉണ്ട്? ഒരു ഫ്രൈഡേ. അപ്പോൾ 2 വീക്കിൽ എത്ര ഫ്രൈഡേ ഉണ്ട്? 2 ഫ്രൈഡേ. 3 വീക്കിൽ എത്ര ഫ്രൈഡേ ഉണ്ട്? 3 ഫ്രൈഡേ. അപ്പോൾ നമ്പർ ഓഫ് വീക്സ് എത്ര ഉണ്ട് നോക്കുക, അത്രയും നമ്പർ ഓഫ് ഫ്രൈഡേസ് ഉണ്ടാവുക. അപ്പോൾ 366 ദിവസത്തിൽ എത്ര വീക്സ് ഉണ്ട്? ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ 7 ദിവസത്തിൻ്റെ ഒരു ഗ്രൂപ്പാണ് അല്ലേ? അപ്പോൾ 366 ദിവസത്തിൽ അങ്ങനത്തെ 7 ദിവസം എത്ര ഉണ്ടാവും? 366 എത്ര 7 ഉണ്ടാവും അല്ലേ? 366 എത്ര 7 ഉണ്ട്? 366 ÷ 7 നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 366 7 5 35 എന്ന് കിട്ടും. ബാക്കി 1 16 7 2 2 7 14, ബാക്കി ഒരു 2 ഉണ്ടാവും അല്ലേ? അതായത് 366 ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ കറക്റ്റ് 52 ഡേയ്സ് ഉണ്ട്. കറക്റ്റ് 52 ഡേയ്സ് ആർ ദർ. 52 ഡേയ്സ് ആർ ദർ വിച്ച് ഇംപ്ലൈസ് 52 ഫ്രൈഡേയ്സ് ഉണ്ടാവും ഉറപ്പായിട്ടും. അത് ഉറപ്പായിട്ടുണ്ടാവും. അത് ഷുവർ ഷോട്ടാണ്, ഷുവർ ഇവൻ്റ് ആണ് അല്ലേ? 52 സൺഡേയ്സ് എന്തായാലും ലീപ്പ് ഇയറിൽ ഉണ്ടാവും. 52 ഫ്രൈഡേയ്സ് എന്തായാലും ലീപ്പ് ഇയറിൽ ഉണ്ടാവും. ഇനി ബാക്കി ഒരു 2 ദിവസം വരുന്നുണ്ട് അല്ലേ? അതായത് ഒരു ലീപ്പ് ഇയറിൽ 52 വീക്സ് ആണുള്ളത്. ബാക്കി ഒരു 2 ദിവസം ഉണ്ടാവും. ഓക്കെ, അത് 5 ദിവസം കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വീക്കായിട്ട് കൂട്ടായിരുന്നു. പക്ഷേ ബാക്കി 2 ദിവസമേ ഉള്ളൂ. ആ 2 ദിവസത്തിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ 5 ദിവസം കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു അടുത്തൊരു വീക്ക് ആവും. പക്ഷേ അങ്ങനെയില്ല, നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 2 കിട്ടി. ദാറ്റ് മീൻസ് 2 ഡേയ്സ് ബാക്കിയാണ്. വീക്ക് അല്ലാണ്ട് 52 വീക്സ് കറക്റ്റാണ്. 7 ദിവസം അങ്ങനെ ഗ്രൂപ്പാക്കി 52 ഗ്രൂപ്പ്സ് ആർ ദർ, 52 വീക്സ് ആർ ദർ. ബാക്കി ഒരു 2 ദിവസമുണ്ട്. ആ 2 ദിവസം ഏതൊക്കെ ദിവസങ്ങളാവാം? ആ 2 ദിവസം സൺഡേ മൺഡേ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ വരാം, ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ഇങ്ങനെ വരാം അല്ലേ? അതേപോലെ സാറ്റർഡേ സൺഡേ ഇങ്ങനെ വരാം. ഓക്കെ, അടുപ്പിച്ചുള്ള 2 ദിവസം ആയിക്കല്ലോ. 2 ദിവസം, ബാക്കിയുള്ള 2 ദിവസം അടുപ്പിച്ചുള്ള 2 ദിവസം ഏത് വേണേ വരാം. സൺഡേ മൺഡേ വരാം, മൺഡേ ട്യൂസ്ഡേ വരാം, അല്ലെങ്കിൽ ട്യൂസ്ഡേ വെനസ്ഡേ, അല്ലെങ്കിൽ വെനസ്ഡേ തേഴ്സ്ഡേ, അല്ലെങ്കിൽ തേഴ്സ്ഡേ ഫ്രൈഡേ, അല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ. ഇതിൽ ഏത് വേണേ വരാം. അപ്പോൾ നമുക്കിപ്പം 53 സൺഡേയ്സ് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നത് 52 സൺഡേയ്സ് എന്തായാലും ഉണ്ടെന്ന് ഉറപ്പായി. ബാക്കിയുള്ള ഒരു ദിവസം ഒരു ദിവസം സൺഡേ ആവണം അല്ലേ? ബാക്കിയുള്ള ഒരു ദിവസം സൺഡേ ആവണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ സൺഡേ അല്ല ഫ്രൈഡേ അല്ലേ നമ്മൾ ചോദിച്ചത്? ഫ്രൈഡേ ആണ്. സൺഡേ ആണെങ്കിലും സെയിം മെത്തേഡ് തന്നെ കേട്ടോ, സെയിം മെത്തേഡ് തന്നെ. ഇവിടെ ഫ്രൈഡേ വരുന്ന എത്ര എണ്ണം ഉണ്ടോ? 1 2 കേസ് ഫ്രൈഡേ വരുന്നുണ്ട് അല്ലേ? 2 എണ്ണമാണ് ഫ്രൈഡേ വരുന്നത്. ഫ്രൈഡേ വരുന്ന 2 കേസാണുള്ളത്. സോ 2 ബൈ എത്ര എണ്ണം ഉണ്ട് ടോട്ടൽ? 1 2 3 4 5 6 7 2/7 ആണെന്ത്? 53 ഫ്രൈഡേയ്സ് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/7 ആണ്. ഇനി നെക്സ്റ്റ് വൺ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഇറ്റ് വാസ് എ നോൺ ലീപ്പ് ഇയർ? അത് നോൺ ലീപ്പ് ഇയർ ആണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? അതായത് നമ്പർ ഓഫ് ഫ്രൈഡേയ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി, 53 ഫ്രൈഡേയ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി എപ്പം? നോൺ ലീപ്പ് ഇയറിൽ. നോൺ ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ മക്കൾ ആലോചിക്കേണ്ടത് 365 ഡേയ്സ് ആയിട്ട് എടുക്കുക കേട്ടോ. കാല് പോട്ടെ. 365 ഡേയ്സിൽ എത്ര 7 ഉണ്ട്? 7 5 35, ബാക്കി 1 15, 1 2 2 7 14, ബാക്കി ഒരു ദിവസമുള്ളത്. ബാക്കി ഒരു ദിവസമേ ഉള്ളൂ. ആ ഒരു ദിവസം, ബാക്കിയുള്ള ഒരു ദിവസം ഏതൊക്കെയാവാം? സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ, അങ്ങനെ 7 ദിവസങ്ങളിൽ ഏത് വേണേ ആവാം. അത് ഫ്രൈഡേ ആവണമെങ്കിൽ ഏതാ പ്രോബിലിറ്റി? ഓൾറെഡി 52 വീക്സ് ഉണ്ടെന്ന് കിട്ടി. 52 വീക്സ് ഉണ്ട്, അതുകൊണ്ട് 52 ഫ്രൈഡേസ് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് ഒരു ദിവസമാണ്. ആ ഒരു ദിവസം കൂടെ ഫ്രൈഡേ ആവുകയാണെങ്കിൽ 53 ഫ്രൈഡേ കിട്ടുമായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസം ഫ്രൈഡേ ആവാനുള്ള പ്രോബിലിറ്റി നോക്കിയാൽ മതി. ബാക്കി 52 ഷുവർ ആണല്ലോ. അപ്പോൾ ബാക്കിയുള്ള ഒരു ദിവസം ഫ്രൈഡേ ആവണം. ടോട്ടൽ എത്ര ദിവസമുണ്ട്? ഒരു വീക്കിൽ 7 ദിവസമുണ്ട്. അതിൽ ഫ്രൈഡേ എത്ര ഉണ്ട്? ഒരൊറ്റ എന്നുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഒരു ദിവസം ഫ്രൈഡേ ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/7. ടോട്ടൽ 7 ദിവസത്തിൽ ഒരു ഫ്രൈഡേ ആണുള്ളത്. സോ 1/7 ആണ് ആ 7 ദിവസത്തിൽ ഒന്ന് ഫ്രൈഡേ വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 dice are thrown at random. Find the probability of getting a doublet. 2 ഡൈസ് ഒരുമിച്ച് ഇങ്ങനെ എറിയാണ്. 2 ഡൈസ് ഒരുമിച്ച് എറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡബ്ലെറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, 2 ഡൈസ് ഒരുമിച്ച് എറിയുന്ന സമയത്ത് 6 × 6 36 ഔട്ട്കംസ്, 36 പോസിബിൾ ഔട്ട്കംസ് ഉണ്ടാവും, പേഴ്സ്. അപ്പം അതിൽ ഗെറ്റിംഗ് എ ഡബ്ലെറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഡബ്ലെറ്റ്? 2 ഡൈയിലും സെയിം നമ്പർ വരണം. 1 1
2 അങ്ങനെ 6 വരെ വരണം അല്ലെ 6 വരെ ഉണ്ട്. അപ്പോൾ അത് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര 1 1 2 2 3 3 4 4 5 5 6 6 അങ്ങനെ 6 എണ്ണം ഉണ്ട് അല്ലെ 6 എണ്ണം ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് എത്രയാ 36 ടോട്ടൽ സാമ്പിൾ സ്പേസിൽ 36 എലമെന്റ്സ് വിൽ ബി ദർ ആൻഡ് 6/36 ആണ് 1/6 1/6 ആണ് ഗെറ്റിംഗ് എ ഡബിളറ്റ് എന്നുള്ള പ്രോബിലിറ്റി. ഇനി വാട്ട്സ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ ഡൈസ് 8 സം ഓഫ് ദ നമ്പേഴ്സ് ഡൈസിലുള്ള സം ഓഫ് ദ നമ്പേഴ്സ് 8 ആയിരിക്കാനുള്ള പ്രോബിലിറ്റി. ഫസ്റ്റ് ഡൈയിൽ 1 വേണം, സെക്കൻഡ് ഡൈയിൽ 6 മാക്സിമം 6 വേണം, സം 8 ആവില്ല 7 ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡൈയിൽ 2 വീഴാന്ന് വിചാരിക്കുക, ഫസ്റ്റ് ഡൈയിൽ 2 വീഴാന്ന് വിചാരിക്കുക. അതിന് സാമ്പിൾ സ്പേസ് എഴുതാണ് സം ഓഫ് നമ്പേഴ്സ് 8 കിട്ടുന്നത്. ഫസ്റ്റ് ഡൈയിൽ 2 സെക്കൻഡ് ഡൈയിൽ 6 8 ആണ് സം. തിരിച്ചും വരാം 6ഉം 2ഉം വരാം അല്ലെ ഫസ്റ്റ് ഡൈയിൽ 6 സെക്കൻഡ് ഡൈയിൽ 2 വരാം. പിന്നെ ഫസ്റ്റ് ഡൈയിൽ 3 സെക്കൻഡ് ഡൈയിൽ 5 തിരിച്ചും വരാം ഫസ്റ്റ് ഡൈയിൽ 5 സെക്കൻഡ് ഡൈയിൽ 3 പിന്നെ ഫസ്റ്റ് ഡൈയിൽ 4 സെക്കൻഡ് ഡൈയിലും 4 ഇതാണ് അടുത്തത് അല്ലേ 4 4. അപ്പോൾ എത്രണ്ണായി പ്രോബിലിറ്റി എത്രണ്ണായി 1 2 3 4 5 എണ്ണം ഉണ്ട് സാമ്പിൾ സ്പേസിൽ ടോട്ടൽ അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എത്രയാ 5 ബൈ ടോട്ടൽ ഔട്ട്കംസ് 36 ആണല്ലോ 5/36. ക്ലിയർ ആണല്ലോ മക്കളെ. സോ ഈ 2 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 2 ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രം എക്സാമിന് പോവുക. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരയ്ക്കും ബൈ.